എന്തു പറ്റി? എടാ നീ ഇങ്ങനെ ഡെസ്പാവാതെ, നീ പെട്ടെന്ന് ഈ പുറകിൽ കൂടെ ചെന്ന് പിടിച്ചത് അവൾ എക്സ്പെക്റ്റ് ചെയ്ത് കാണൂല. ആ ഷോക്കിലായിരിക്കും അവൾ നിന്നെ തള്ളിയത്. അണ്ണാ, നിങ്ങളത് എന്തിറങ്ങിയിട്ടാണ് ഈ പറയുന്നത്? ഏതെങ്കിലും ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് 2 ആഴ്ചയായിട്ടും ഒന്ന് തൊടാനെങ്കിലും സമ്മതിക്കായിരിക്കും. എൻ്റെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, ഒന്ന് സമാനപ്പെട്. അവൾ നിൻ്റെ വീടും അറ്റ്മോസ്ഫിയറും ഒക്കെ ആയിട്ട് ഒന്ന് സെറ്റാവട്ടെ. അവൾ വിമൻസി പിടിച്ചെന്നല്ലേ നീ പറഞ്ഞു? നീ അതുകൊണ്ടാണോ എന്തോ ഈ ചെക്കന്മാരും ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യാൻ പാട്? അയ്യേ, വിമൻസി പഠിച്ച പെമ്പിള്ളേർക്കില്ലേ ചെക്കന്മാരായിട്ട് മിങ്കിൾ ചെയ്യാൻ പ്രയാസം. നിങ്ങൾ ചുമ്മാ വായിത്തോന്ന് വിളിച്ച് പറയല്ലേ. എനിക്ക് തോന്നണത് അവൾക്ക് എൻ്റെ സ്നേഹമൊന്നുമില്ലെന്നാണ്. നീ ചുമ്മാ വായിത്തോന്നേക്ക് വിളിച്ച് പറയാതെ. നിനക്ക് ഈ പെണ്ണുങ്ങളുടെ സൈക്കോളജി അറിയാഞ്ഞിട്ടാണ്. അവരെ ബാക്കി ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന ചെറുക്കന്മാരെക്കാളും അവർക്കിഷ്ടം കുറച്ച് വെയിറ്റൊക്കെ ഇട്ട് നിൽക്കുന്നവരോടാണ്. നീ ഒരു കാര്യം ചെയ്യും, നീ വീട്ടിൽ പോയിട്ട് അവളെ മൈൻഡ് ചെയ്യാതെ നട. അവൾ നിൻ്റെ പുറകേ വരും. ഇതൊക്കെ വല്ല നടക്കൂ? അണ്ണന്നല്ലേടെ പറയണേ. ധൈര്യമായിട്ട് പോയിട്ട് വാ. അയ്യോ അരുൺ, എന്താ? എനിക്കൊരു കാര്യം. എന്ത് കാര്യം? അത് പിന്നെ എന്തുണ്ടെങ്കിലും എന്താ പറയടോ, പറ. ആര്യ, ആര്യ, കഥ കുറക്ക്. നിന്റെ പ്രശ്നം എന്താണ്? എന്നെ ഇഷ്ടമല്ലാതെ കല്യാണം കഴിച്ചെങ്കിൽ നീ അത് പറ, അല്ലാതെ മനുഷ്യ ഇങ്ങനെ കോമാളിയാക്കരുത്. ഓരോ പ്രാവശ്യം ഞാൻ അടുത്ത് വരുമ്പോഴും നീ ഇങ്ങനെ ഒഴുകി മാറിയാം പിന്നെ നമ്മൾ എങ്ങനെ ഒഴിവ് ജീവിക്കും? അതോ നിനക്ക് എന്നെ ഇവിടെ ജീവിക്കണ്ടേ? എന്നോട് ഇപ്പൊ ഒന്നും ചോദിക്കരുത്. എനിക്ക് കുറച്ച് സമയം എന്താ? അരുൺ, ഇന്ന് എല്ലാ കാര്യങ്ങളും നിന്നോട് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഞാൻ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിന്നെ എത്രമാത്രം വേദനിപ്പിക്കുന്നെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിന്നോട് തുറന്നു പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. സോറി അരുൺ.
അരുൺ ലഞ്ച് എടുത്തില്ല. എനിക്ക് വേണ്ടി ആരും ഇവിടെ കഷ്ടപ്പെട്ടൊന്നും ഉണ്ടാക്കിയൊന്നും വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ചോല, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അരുണിനോട് അടുക്കാൻ പറ്റുന്നില്ല. എടി, നീ ഇപ്പോഴും ആ പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണോ? നീ അരുണുമായിട്ട് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. നീ അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. നീ വിചാരിക്കുന്ന പോലെ അത് അത്ര എളുപ്പമല്ല. ഇപ്പോൾ ഇതൊക്കെ കാരണം അരുൺ എൻ്റെ അടുത്തൊന്നും സംസാരിക്കാറ് പോലും ഇല്ല. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, അരുണിൻ്റെ അടുത്തെല്ലാം തുറന്നു പറ. ഇതൊക്കെ മറച്ചു വെക്കണേക്കാളും പുള്ളി അറിയുന്ന തന്നെ നല്ലതെന്ന് എനിക്ക് തോന്നണം. ഞാൻ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിന്നോട് തുറന്നു പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. സോറി അരുൺ. കുഞ്ഞുനാൾ മുതൽ അച്ഛൻ്റെ അമ്മയുടെ അടിയുടെയും വഴക്കിൻ്റെ ഇടയിൽ വളർന്ന എനിക്ക് ഓർത്തു വയ്ക്കാൻ ഒരു നല്ല മൊമെൻ്റ് പോലും ഉണ്ടായിട്ടില്ല. മനുഷ്യ, നാളെ എൻ്റെ വീട്ടിലെ ഫംഗ്ഷനാണ്, നമ്മൾ എല്ലാവരും പോകണം. ഇല്ല, ഞാൻ വരണില്ല. എൻ്റെ അടുത്ത് ഒരു വാക്കവൻ പറഞ്ഞില്ല. ഇത്രയും കാണിച്ചിട്ട് നീ പോകണമെന്നുണ്ടെങ്കിൽ പോവണ്ട. നീ എനിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ പറയണ നീ കേട്ടാ മതി. അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി ഇരുന്നാൽ മതി. അല്ലാതെ ഇവിടെ നിന്റെ തോന്നിയാസം. ആ സമയത്ത് എന്നെ സ്നേഹിച്ചതും മനസ്സിലാക്കിയതും എൻ്റെ അങ്കിള് മാത്രം. ക്ഷമിക്കണ്ടടാ, ഒക്കെ ശരിയാവും. നീ അന്ന് ചോദിച്ച ബുക്ക് എന്നെ പുറത്തു കൊണ്ടുപോകുന്നതും എനിക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചു തരുന്നതല്ല അങ്കിള്. നമ്മളിതൊന്ന് നോക്കിയേ, നന്നായിട്ടുണ്ടല്ലേ? ട്രൈ ചെയ്ത് നോക്കിയേ. അങ്കിൾ എങ്ങനെയുണ്ട്? ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത എനിക്ക് എന്ത് കാര്യവും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് കൂടിയായിരുന്നു അങ്കിൾ. മോളെ, അങ്കിളൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? മോൾക്ക് സ്കൂളിൽ ഏതെങ്കിലും ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. ഇത്രയും ഗ്ലാമറുള്ള എൻ്റെ മോൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെന്ന് പറഞ്ഞാലേ എനിക്ക് വിശ്വാസമില്ല. സത്യമായിട്ടും ഇല്ല. ട്യൂഷൻ എപ്പോൾ കഴിഞ്ഞു? 4 മണിക്ക് കഴിഞ്ഞു. ആണോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്കിൾ എനിക്ക് എല്ലാം ആയതുകൊണ്ട് തന്നെ അങ്കിൾ എന്നെ ഓരോ പ്രാവശ്യം തൊടുമ്പോഴും അതെനിക്കൊരിക്കലും മോശമായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ +2 എക്സാം സ്റ്റാർട്ടായത്. വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് ആദ്യത്തെ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല. മോളെ, നീ നിൻ്റെ വീട്ടിൽ നിന്ന് നിനക്ക് പഠിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എക്സാം തീരുന്നവർ അങ്കിളിൻ്റെ വീട്ടിൽ വന്ന് നിൽക്ക്. പക്ഷേ പുള്ളിയുടെ യഥാർത്ഥ മുഖം എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? കുഴപ്പമില്ല. പതിയെ പുള്ളിയുടെ ടച്ച് എനിക്ക്
അൺകംഫർട്ടബിളായിട്ട് തോന്നി തുടങ്ങി. എന്ത് പറ്റി? പോവാം. ഇത്രയൊക്കെ ആയിട്ടും അങ്കിളിനോട് പ്രതികരിക്കാനോ ഇതൊക്കെ ആരുടെങ്കിലും ഒന്ന് തുറന്നു പറയാനോ ഉള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നു. മോളെ പഠിക്കുവാണോ? എന്താ മോളെ പഠിക്ക്. പുറത്തു പോയിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാ ആൻറ്റി വീട്ടിലില്ലായിരുന്നു ഒരു ദിവസം. അരുൺ, ഞാൻ ഇതൊക്കെ അങ്ങോട്ട് വേണ്ട. ഇത്രയും നാളും നിൻ്റെ സിറ്റുവേഷനും ഫീലിങ്സ് ഒന്നും മനസ്സിലാക്കാതെ ഞാൻ നിന്നോട് പെരുമാറിയത്. നിൻ്റെ മനസ്സിൽ കിടന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള സ്പേസ് പോലും നിനക്കാൻ തന്നിട്ടില്ല. അരുൺ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനല്ലേ ഇതൊക്കെ മറച്ചു വെച്ചത്. ഇതൊക്കെ അരുൺ അറിഞ്ഞ എങ്ങനെ റിയാക്ട് എന്നുള്ള പേടിയുണ്ടോ ഞാൻ ഒന്നും പറയാത്ത. ആര്യ, ഇപ്പോൾ ഈ സംഭവിച്ച കാര്യങ്ങളിലൊന്നും നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അതുകൊണ്ട് തന്നെ അതിനോർത്ത് പേടിയോ നാണക്കേടോ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. പിന്നെ കംപ്ലീറ്റ്ലി എന്നെ ഒരു ഹസ്ബൻഡായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നിനക്ക് കുറച്ച് ടൈം വേണ്ടി വരുമെന്ന് എനിക്കറിയാം. അതുവരെ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്തോളാം. കുട്ടിക്കാലത്തുണ്ടാവുന്ന ഇത്തരം അനുഭവങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും അടുത്തറിയുന്ന ഒരാളിൽ നിന്നാവാം ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. അത്തരം സിറ്റുവേഷനിൽ നിങ്ങളെ അൺകംഫർട്ടബിൾ ആക്കുന്ന തരത്തിലാണ് അവരുടെ പെരുമാറ്റമെങ്കിൽ അതിനെ ആരാണെങ്കിലും നിങ്ങൾ പ്രതികരിക്കുക. വിശ്വാസമുള്ളവരോട് ഒരു പേടിയും കൂടാതെ ഹെൽപ്പ് ചോദിക്കുക. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും നിങ്ങളുടെ തെറ്റല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിൻ്റെ പേരിൽ ഒരു പേടിയോ നാണക്കേടോ തോന്നേണ്ട ഒരു ആവശ്യവുമില്ല. ഇനി നിങ്ങൾ ഇത്തരം ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ ഒരു മടിയും കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെയും സഹായം തേടുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഇനി ആർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇത്തരം സിറ്റുവേഷനുകളിൽ പ്രതികരിക്കാൻ നമ്മുടെ കുട്ടികളെ നമുക്ക് എങ്ങനെ പ്രാപ്തരാക്കാമെന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. സമൂഹത്തിൽ ഒരു നല്ല മാറ്റം ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തുടങ്ങിയ ഈ ചാനൽ ഇന്ന് ലോകമെമ്പാടും വളരുകയാണ്. നിങ്ങളും നമ്മുടെ ഈ ജേർണിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസും മെസ്സേജും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇനി നിങ്ങളൊരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയെണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന